ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആയുസ്സിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഈ രാവിലെയുള്ള തിരുവചന ചിന്തയ്ക്ക് വേണ്ടി 62 സങ്കീർത്തനം 8 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 62:8. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വാക്യത്തെ ഓർത്ത് ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ വാക്യത്തിനകത്ത് ദൈവജനത്തോടായിട്ട് പ്രാർത്ഥിക്കുന്നവരോടായിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിപ്പീൻ. ആമേൻ. എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട പദങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എല്ലാ കാലത്തും എന്ന് തിരുവചനം എഴുതുമ്പോൾ നല്ല കാലത്തും വേദനാജനകമായ സമയങ്ങളിലും ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ കടന്നു വരുന്ന മണിക്കൂറുകളിലും, ആമേൻ, സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും നമുക്കറിയാം, ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ് സന്തോഷവും സുഖവും നന്മയും അനുഗ്രഹങ്ങളും മാത്രമല്ല. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളുമെല്ലാം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ കടന്നു വരും. ഏറ്റവും വലിയവർ തുടങ്ങി ഏറ്റവും ചെറിയവർ വരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ മുൻപിലോട്ട് കടന്നു പോകേണ്ടവരാണ്. വേദനയും ദുഃഖവും സങ്കടവും ഭാരവും ഒന്നുമില്ലാത്ത മനുഷ്യ ജീവിതമില്ല. യോ പറയുന്നു, തീപ്പൊരി ഉയർന്നു പറക്കുന്നത് പോലെ കഷ്ടതയ്ക്ക് വേണ്ടി മനുഷ്യൻ ജനിക്കുന്നു എന്ന്. ജനനം തുടങ്ങി മരണം വരെ വ്യത്യസ്തമായ നിലയിൽ ഭാരങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. ഇവിടെ ദൈവജനത്തോട് പറയുകയാണ്, എല്ലാ കാലത്തും നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. സന്തോഷത്തിന്റെ സമയങ്ങളിൽ മാത്രമല്ല, അനുഗ്രഹത്തിന്റെ മണിക്കൂറുകളിൽ മാത്രമല്ല, കടുകട്ടിയായ ശോധനയും വേദനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരമ്മയെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, കൈ തന്ന് മുൻപിലേക്ക് നയിക്കുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന സകലരും തിരിച്ചറിയണം. ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാ കാലത്തും എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിപ്പീനെന്ന് കണ്ണുകൾ നിറയുന്ന, ഹൃദയം പതറിപ്പോകുന്ന, എന്തായി തീരുമെന്നറിയാത്ത ആകുലതകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സമയങ്ങളിൽ ആശ്രയിപ്പാൻ നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് പ്രിയരെ സന്തോഷം. അതിൻ്റെ അടുത്ത പദം എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവീൻ. ആമേൻ. ഇറക്കി വയ്ക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും ഉള്ളതുപോലെ പകരുവാനും നമുക്കൊരിടമുണ്ട്. അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയാണ്. മറ്റാരോടും പറയുവാൻ കഴിയാത്തത്, മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തത്, മറ്റാർക്കും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനോ ആശ്വാസം തരുവാനോ കഴിയാത്തതായ വേദനകൾ നമ്മുടെ ദൈവത്തോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ മുൻപിൽ പകർന്നാൽ, അങ്ങനെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്, അവന്റെ മുൻപിൽ പകരുക. ആമേൻ. നമ്മുടെ പ്രതികൂലങ്ങളും ഭാരങ്ങളും ദൈവത്തിങ്കലേക്ക് പകർന്നാൽ നമുക്ക് സ്വസ്ഥമായി ഇരിക്കുവാനായി കഴിയും.
ഫ്രീ ആകാനായി കഴിയും. സമാധാനത്തോടെ മുൻപിലേക്ക് പോകുവാനായി കഴിയും. ഇന്നും ജീവിതത്തെ മെതിക്കുന്ന, ജീവിതത്തെ പരാജയപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും പാപത്തിന്റെയും ശാപത്തിന്റെയും ശക്തികളുണ്ടോ? ദൈവത്തിന്റെ മുൻപാകെ, ദൈവസന്നിധിയിൽ പകരുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആ വിഷയങ്ങൾക്കകത്ത് വലിയ ജയത്തെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവീൻ. നമുക്കറിയാം, മനുഷ്യരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ വളരെ സ്നേഹത്തോടും കരുണയോടുമൊക്കെ കേട്ടുകൊണ്ടിരിക്കും. എന്നാലും ഒന്നും ചെയ്യുവാൻ പലർക്കും കഴിയത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ചെറുതും വലുതുമായ വിഷയങ്ങളെ നമ്മൾ പകർന്നാൽ ഉറപ്പാണ്, ആ വിഷയത്തിന് പിന്നെ കരയേണ്ടി വരത്തില്ല. ഏത് വിഷയമാണോ ദൈവസന്നിധിയിൽ ഇറക്കി വച്ചത്, ആ വിഷയം ദൈവം ഏറ്റെടുക്കുവാനും അതിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനും തുടങ്ങും. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ജനമേ, എല്ലാ കാലത്തും ആമേൻ അവനിൽ ആശ്രയിപ്പീൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ആശ്രയിക്കുവാൻ മതിയായവനാണ് ദൈവം. എല്ലാ കാലത്തും ആശ്രയിക്കത്തക്ക നിലയിൽ സമീപസ്ഥനായി ദൈവം നമുക്കുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവീൻ. ആരാധനകൾ പകരുന്ന ഇടങ്ങളായി മാറട്ടെ. പ്രാർത്ഥനകൾ പകരുന്ന സ്ഥലങ്ങളായി മാറട്ടെ. ഓരോ പ്രഭാതങ്ങളും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. എന്നിട്ട് എഴുതിയിരിക്കുന്നു, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ആമേൻ. സങ്കേതമായി വെളിപ്പെടുന്ന ദൈവം. ശത്രു പ്രബലമായി നിൽക്കുമ്പോൾ ഒളിപ്പിടമായി, മറവിടമായി ഇരിക്കാവുന്നവനാണ് ദൈവം. ദൈവം നമുക്ക് സങ്കേതമാണ്. ഏത് രാത്രിയും ഏത് പകലും അഭയത്തിന് വേണ്ടി കടന്നു ചെല്ലുവാൻ തക്കവണ്ണം അഭയകേന്ദ്രമാണ് ദൈവം. ദൈവം സങ്കേതമാണ്. ശത്രുവിന്റെ മുൻപിൽ, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുൻപിൽ ദൈവം നമുക്ക് സങ്കേതമാണ്. ഒരു വലിയ ആത്മിക മർമ്മം സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുകയാണ്. ശത്രു പ്രബലമായി നിൽക്കുമ്പോൾ ഓടി അഭയം പ്രാപിക്കുവാൻ, മറഞ്ഞിരിക്കുവാൻ നമ്മുടെ ദൈവം സങ്കേതമാണ്. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ജനമേ, എല്ലാ കാലത്തും അവൻ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഈ ദൈവത്തിന്റെ മുൻപിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിലയേറിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പകൽ ദൈവം ഞങ്ങൾക്ക് സങ്കേതമായി, ദൈവം ഞങ്ങൾക്ക് മറവിടമായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. ആരെങ്കിലും വേദനയോടും നിരാശയോടുമുണ്ടെങ്കിൽ വചനമയച്ചു വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഓരോരുത്തരുടെ മീതേയും പകരുന്നത് കൊണ്ട് നന്ദി. പൊന്നുകരങ്ങളിൽ വഹിക്കും, ദൈവിക നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.